ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള വിശുദ്ധ വാക്യങ്ങൾ കേൾപ്പീൻ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, വെള്ളികൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്കും സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ നിന്റെ അടുക്കൽ കൂടേണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിൻ്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. 2-ാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതേണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ആകുന്നു കാഹള ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്തെ നിങ്ങൾ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹള ഊതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്തു ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹള ഊതേണം. അവ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവം ആകുന്നു. അനന്തരം 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘ സാക്ഷി നിവാസത്തിൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ നിന്നും യഹോവ മോശയുടെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യഹൂദ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി ആദ്യം പുറപ്പെട്ടു. അവരുടെ സേനാപതി അമീനാദാബിൻ്റെ മകൻ നഗശേൽ. ഇസാക്കർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി സുവാരിൻ്റെ മകൻ നെഥനിയേൽ. സെബുലൂൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഹേലിൻ്റെ മകൻ ഏലിയാവ്. അപ്പോൾ തിരുനിവാസം അഴിച്ചു താഴ്ത്തി. ഗേറേശന്യരും മെരാര്യരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ രൂപേൻ്റെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി ചെതൂരിൻ്റെ മകൻ എലീസൂർ. ശിമയേൽ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി സുരിശാദിയുടെ മകൻ സെലുമിയേൽ. ഗാദു മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ദെയുവേലിൻ്റെ മകൻ ഏലിയാസാഫ്. അപ്പോൾ കെഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. ഇവർ എത്തുമ്പോഴേക്കും തിരുനിവാസം നിവർത്തുകയും പിന്നെ എഫ്രയീം മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമീഹൂദിൻ്റെ മകൻ എലിശാമ. മനശ്ശെയുടെ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ. ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഗിദയോനിയുടെ മകൻ അബീദാൻ. പിന്നെ അവരുടെ എല്ലാ പാളയങ്ങളിലും ഒടുവിലത്തേത് ദാൻ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മീഷാദായുടെ മകനായ അഹിയേസർ. ആശേർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഒക്രാൻ്റെ മകൻ ഫഗിയോൻ. നപ്താലി മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഏനാൻ്റെ മകൻ അഹീര. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടപ്പോൾ ഗണം ഗണമായുള്ള അവരുടെ യാത്ര ഇങ്ങനെയായിരുന്നു. പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പനായ രയുവേൽ എന്ന മിദ്യാൻ്റെ മകനായ ഹോബീബിനോട്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യഹോവ ഇസ്രായേലിന് നന്മ ചൊല്ലിയിരിക്കൊണ്ട് നീ ഞങ്ങളോടുകൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും എന്ന് പറഞ്ഞു. അവൻ അവരോട്,
ഞാൻ വരുന്നില്ല, എൻ്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കിലേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, ഞങ്ങളെ വിട്ടു പോകരുത്. മരുഭൂമിയിൽ ഞങ്ങൾ പാളയമിറങ്ങേണ്ടതിന് എങ്ങനെയെന്ന് നീ അറിയുന്നു. നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. ഞങ്ങളോടുകൂടെ പോന്നാൽ യഹോവ ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ പോലെ ഞങ്ങൾ നിനക്കും ചെയ്യുമെന്ന് പറഞ്ഞു. അനന്തരം യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെട്ടപ്പോൾ മോശ, യഹോവേ, എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നോടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ, യഹോവേ, അനേകമായിരമായി ഇസ്രയേലിൻ്റെ അടുക്കൽ മടങ്ങി വരേണമേ എന്ന് പറയും. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു.